ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മലയാള സാഹിത്യ കുലപതി പി കേശവദേവിന്റെ 120ാം ജന്മദിനാഘോഷ പരിപാടികളും അവാർഡ് സമർപ്പണവും സെപ്റ്റംബർ 30-ന് കോഴിക്കോട്ട് നടക്കും. അച്ചീവ്മെന്റ് അവാർഡ് പ്രവാസി സാഹിത്യകാരൻ ഉസ്മാൻ ഒഞ്ചിയത്തിന് നൽകും. ഒരു മാതൃകാ മനുഷ്യനെ ഓർമ്മിക്കുന്നത് തന്നെ പോലും പുതിയ തലമുറയുടെ ഏറ്റവും വലിയ മഹത്വം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അക്കാര്യത്തിലൊരു തിരിച്ചുവരവ് വേണ്ടത് ആവശ്യമാണ്. അത്തരത്തിലുള്ള സാഹിത്യകാരന്മാരെയും എഴുത്തുകാരെയും ഒന്ന് വീണ്ടും ഒരു പുനർവായനക്ക് വിധേയമാക്കുകയും അങ്ങനെ ആ പുനർവായനയിലൂടെ നമ്മുടെ സ്വഭാവത്തെ പവിത്രീകരിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. അതാണ് വാസ്തവത്തിൽ കേശവദേവനെ നമുക്ക് ചെയ്യുന്നത്. കേശവദേവനെ കുറിച്ചെല്ലാം പറയാന്ന് പറഞ്ഞാൽ വിഷമിക്കാതെ ഓരോ വാക്കിനും സത്യത്തിന്റെ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ. കൈരളിയിലെ വേദി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പ്രവാസി സാഹിത്യകാരൻ ഉസ്മാൻ ഒഞ്ചിയത്തിന് കേശവദേവ് അച്ചീവ്മെന്റ് അവാർഡ് സമർപ്പണവും ഉത്തരമേഖല IG കെ സേതുരാമൻ IPS നിർവഹിക്കും. ഉസ്മാൻ ഒഞ്ചിയത്തിന്റെ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനകൾ വിലയിരുത്തിയാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകുന്നത്. 15,000 രൂപയും ശില്പവുമാണ് പുരസ്കാരം. പിന്നെ ധാരാളം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന നമ്മുടെ നാട്ടിലെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതങ്ങളുടെ ആവിഷ്കാരമാണ് ഉസ്മാൻ ഒഞ്ചിയത്തിന്റെ ചെറുകഥകൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഈ പുരസ്കാരത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. കേശവദേവ് അനുസ്മരണ പ്രഭാഷണം പ്രമുഖ സാഹിത്യകാരൻ UK കുമാരൻ നിർവഹിക്കും. സ്മാരക സമിതി സംഘടിപ്പിക്കുന്ന കേശവദേവ് പഠന ഗവേഷണ കേന്ദ്രം പ്രശസ്ത കവി PP ശ്രീധരൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 30-ന് തിങ്കളാഴ്ചയാണ് പരിപാടികൾ. വാർത്താ സമ്മേളനത്തിൽ അനുസ്മരണ സമിതി ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി, മുഖ്യ രക്ഷാധികാരി ഡോക്ടർ EK ഗോവിന്ദവർമ്മ രാജ, സംഘാടക സമിതി സെക്രട്ടറി PT നിസാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുത്തൂർ ശ്രീ ദുർഗാക്ഷേത്രത്തിൽ ചെമ്പോല പതിച്ച ശ്രീകോവിൽ സമർപ്പണം സെപ്റ്റംബർ 22-ന് നടക്കും.